കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാത്തിരിക്കുന്നത് അറിയില്ല. അനുഗ്രഹം നൽകാനായിട്ട് നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. അങ്ങനെ പ്രദർശനം ചെയ്യുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമുക്കങ്ങനെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വന്ന് അപ്പോൾ ആ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കിടാവിളക്കൊക്കെ കാണാം. അതേപോലെ തന്നെ വലതുവശത്തുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരത്തെ ഒന്ന് സ്മരിക്കുക. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. എന്നും നിത്യേന അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഒന്ന് കാണാനുള്ളത് എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ മുകളിൽ മത്സ്യാവതാരമൂർത്തിയായിട്ടാണ്. ആദ്യം തന്നെ മത്സ്യത്തിൻ്റെ വാല് അങ്ങനെ കാണുന്നു, അരമണി കാണാണ്ട്. അതിനുശേഷം അരമണിക്ക് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മഹാപ്രഭുവായിട്ട് മത്സ്യാവതാരമൂർത്തിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ കഴുത്തിൽ ഒരു വളയം പോലത്തെ മാലയുണ്ട്, പതക്കം പോലത്തെ മാലയുണ്ട്. അതേപോലെ 2 കൈയാണുള്ളത്. 2 കൈയിലും കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. ഒരു കൈ അഭയഹസ്തമായിട്ടായി ഇരിക്കണു, ഒരു കൈ അനുഗ്രഹിച്ചിട്ടും ഇരിക്കണു. അങ്ങനെ 2 കൈയും ഉണ്ട്. എല്ലാം ഞാൻ തന്നെ എന്ന് പറയുന്ന പോലെ എല്ലാവരും ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിൽ ആണ് ഇന്നത്തെ കളഭാലങ്കാര രൂപം. വളരെ മനോഹരം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ അതേപോലെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്, ഒരു ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുമുടിമാല 2 ഉണ്ട്, ഒരു താമരമാലയുണ്ട്, പിന്നെ വെളുത്ത പൂവും തെച്ചിയും കൂടി ഉള്ളതുണ്ട്. അതേപോലെ ഉണ്ടമാലകൾ 2 അത് ഒന്ന് വനമാല പോലെ, അതായത് തെച്ചിയും തുളസിയും സമമായിട്ട് ഇങ്ങനെ കുറേശ്ശെ തെച്ചിയും തുളസിയായിട്ട് ഇങ്ങനെ. പിന്നെ ഒന്ന് വെളുത്ത പൂവും തുളസിയും തെച്ചിയും കൂടിയായിട്ടുള്ളത്. അങ്ങനെ 2 ഉണ്ടമാലയും 2 തിരുമുടിമാലയും ചാർത്തിയിട്ടുള്ള ആ മത്സ്യാവതാരമൂർത്തിയായിട്ടുള്ള മഹാപ്രഭുവാണ് ഇന്നത്തെ ശ്രീലകത്തെ അലങ്കാരം. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ് കേട്ടോ. അങ്ങനെ സങ്കല്പിച്ചോളൂ. അങ്ങനെ എല്ലാവരുടെയും മനസ്സ് സോപാനപ്പടിയിലെത്തി ഭഗവാനെ കാണുന്ന പോലെ സങ്കല്പിക്കുക. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അങ്ങനെ അവിടുന്ന് നമ്മൾ തൊഴുത് ഇറങ്ങിയ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളെയും കണ്ട് തൊഴുത് നമ്മൾ ഗണേശനെ കാണാനായിട്ട് പോവാം. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് അവിടുന്ന് നമ്മളിങ്ങനെ പോന്ന് കോർണറിലെത്തിയ ചെറിയ ഗണേശനെ ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെ നിന്ന് തന്നെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്ര നരസിംഹ രൂപത്തെ കാണാം, കണ്ട് തൊഴുത്. പിന്നെ ദശാവതാരത്തിലെ ബാക്കിയുള്ള വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക.
ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാദ് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയ മർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ആ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും അതുപോലെ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തേക്ക് വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നേരെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോരും. അമ്മയെ കണ്ട് തൊഴുക, പ്രാർത്ഥിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് പോരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. പിന്നീട് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് വീണ്ടും നോക്കിയിട്ട് ആ മത്സ്യാവതാരമൂർത്തിയെ ഒന്നുകൂടി കണ്ടു തൊഴാം. പിന്നീട് കൂത്തമ്പലത്തിലും അതുപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്തും വന്നിട്ട് നമസ്കാരവും തൊഴുക, പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് പ്രദക്ഷിണം ചെയ്തു വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ആ വേണുഗോപാലിനെ, ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അതിനുശേഷം അങ്ങനെ വന്ന് നേരെ നമ്മൾ മേൽപ്പത്തൂരിൻ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഭഗവതി നടയിലും അതുപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാനെ ഒന്നുകൂടി നോക്കിയ ശ്രീലകത്തുനിന്ന് നോക്കി കണ്ട് അങ്ങനെ തെക്കേ നടയിൽ വരിക. അങ്ങനെ കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിയെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.